അൽഫോൻസാമ്മയുടെ ജന്മദിനത്തിനായി നാം ഒരുങ്ങുമ്പോൾ അൽഫോൻസാമ്മയെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശുക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹത്തിൽ വേരൂന്നിയ അൽഫോൻസാമ്മയുടെ ആത്മീയ ജീവിതം രോഗങ്ങളാലും ശാരീരിക വേദനകളാലും ആത്മീയ പോരാട്ടങ്ങളാലും കഷ്ടപ്പാടുകളാലും അടയാളപ്പെടുത്തി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ മണവാളനുമായി അനുരൂപപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. തിരുഹൃദയത്തോടുള്ള ആഴമായ ഭക്തിയാണ് അവളുടെ ആത്മീയതയുടെ സവിശേഷത. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പാപികളുടെ മാനസാന്തരത്തിനും ദൈവത്തോട് അടുക്കാനുമുള്ള അവസരമായി അവൾ തൻ്റെ കഷ്ടപ്പാടുകളെ കണ്ടു. ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവമഹത്വത്തിനു വേണ്ടി അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കഷ്ടപ്പാടുകൾ ആത്മീയ വളർച്ചയുടെയും അനുകമ്പയുടെയും മാധ്യസ്ഥതയുടെയും ഉറവിടമായി മാറി. യേശുവിനോടുള്ള വിശുദ്ധയുടെ സ്നേഹം അവളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമായിരുന്നു. ലാളിത്യവും എളിമയും ദാനശീലവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധയുടേത്. മറ്റുള്ളവരെ സേവിക്കാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും പരിശ്രമിച്ചിരുന്നു. സഹനങ്ങളെ ആത്മീയ വളർച്ചയ്ക്കും സുവിശേഷീകരണത്തിനും സേവനത്തിനുമുള്ള ശക്തമായ ഒരു മാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ തെളിയിച്ചു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കാനും മറ്റുള്ളവരെ സേവിക്കാനുമുള്ള ഒരു അവസരമായി നമ്മുടെ കഷ്ടപ്പാടുകളെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ വിശുദ്ധയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുമായി സംയോജിക്കുന്നതിലൂടെ നമുക്ക് മോചനവും ലക്ഷ്യവും കണ്ടെത്താൻ കഴിയും. അൽഫോൻസാമ്മയുടെ ജീവിത മാതൃക നമ്മുടെ വിശ്വാസ ജീവിതം ആധികാരികതയോടും അനുകമ്പയോടും ധൈര്യത്തോടും കൂടി ജീവിക്കാനും അവളുടെ മധ്യസ്ഥതയിലൂടെ സ്നേഹമായും സേവനമായും പ്രാർത്ഥനയായും നമ്മുടെ സഹനങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം കൂടുതൽ ആഴത്തിലും വിശാലവുമായി തീരട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.